എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ പലർക്കും അനുഭവപ്പെടുന്ന, പലർക്കും മനസ്സിലാകാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. വൈ യുവർ മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് വർക്കിംഗ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം വിഷ്വലൈസ് ചെയ്തിട്ടും സ്ക്രിപ്റ്റിംഗ് ചെയ്തിട്ടും അഫർമേഷൻസ് പറഞ്ഞും ടെക്നിക്സ് ചെയ്തും ഓരോന്നും തീവ്രമായി ചെയ്തിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അതിനൊന്നും ഫലമില്ലാതെ പോകുന്നത്? അതിൻ്റെ പ്രധാന കാരണം അൺഹീൽഡ് ബ്ലോക്സ്, എനർജി റെസിസ്റ്റൻസ്, അൺകോൺഷ്യസ് സബോട്ടേജ് എന്നീ കാരണങ്ങളാണ്. എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ തടസ്സപ്പെടുന്നത്? നമ്മൾ എനർജി ബീയിങ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളെല്ലാം ഒരു എനർജിയാണ്. നമ്മുടെ ആകെയുള്ള വൈബ്രേഷനാണ് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ കോൺഷ്യസ്ലി ആഗ്രഹിക്കുന്നതിനോടൊപ്പം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ പല രീതിയിലുള്ള എനർജി ബ്ലോക്സ് ഉണ്ടാകാറുണ്ട്. അതിലൊന്നാമത്തെ കാര്യം വിശ്വാസക്കുറവാണ്, ലിമിറ്റിംഗ് ബിലീഫ്സ്. എനിക്കത് നേടാൻ കഴിയില്ല, ഞാൻ അതിനർഹനല്ല, ഇത് എൻ്റെ ഭാഗ്യമല്ല, ഇതുപോലെയുള്ള അടിയന്തരമായ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. രണ്ടാമത്തെ കാര്യം പഴയ വിഷമങ്ങൾ, ഓൾഡ് ഇമോഷണൽ വോൺസ്. ഒരിക്കൽ നമുക്ക് കനത്ത നിരാശയുണ്ടായിട്ടില്ലേ? അതിൻ്റെ എനർജി നമ്മളിപ്പോഴും പിടിച്ചിരിക്കുന്നുണ്ടാകാം. മൂന്നാമത്തെ കാര്യം സെൽഫ് സബോട്ടേജ്. കാര്യങ്ങൾ ശരിയായ ദിശയിൽ പോകുമ്പോൾ തന്നെ നാം തന്നെ അനാവശ്യമായി പേടിച്ചിട്ട് അതിനെ തള്ളിവെക്കാറുണ്ട്. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു റെസിസ്റ്റൻസ് നടക്കുന്നുണ്ടാകാം. ഈ കാര്യങ്ങളെല്ലാം ചേർന്നാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് ആകുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കാറില്ല. ഇനി എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം അൺബ്ലോക്ക് ചെയ്യാം? ഈ ബ്ലോക്കുകളെ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാം എന്ന് നോക്കാം. അതിലൊന്നാമത്തെ ഘട്ടം അവെയർനെസ് ആണ്. അതായത് നിങ്ങളുടെ അന്ധമായ ലിമിറ്റിംഗ് ബിലീഫ്സ് മനസ്സിലാക്കുക. അതിനെ ജേണൽ ചെയ്യുക, ഡെയിലി എഴുതുക. എന്താണ് എനിക്ക് ഇതുവരെ തടസ്സമായത് എന്ന് എന്നോട് തന്നെ ചോദിക്കുക. എൻ്റെ എന്തെല്ലാം വിശ്വാസങ്ങളാണ് എന്നെ തടസ്സം നിൽക്കുന്നത്? ഒരു ജോലിക്കായി ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിലേക്ക്, അതായത് ഒരു ജോലിക്കായി ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ? എനിക്ക് ആ ജോലി ലഭിക്കുമോ? ആ ജോലി ലഭിക്കാൻ ഞാൻ അർഹനാണോ എന്നുള്ള ചിന്തകൾ, ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്? അതോ എനിക്ക് എന്നെ തന്നെ ഉറപ്പില്ലാത്ത ഉത്തരങ്ങളാണോ എനിക്ക് ലഭിക്കുന്നത്? ഇത് നിങ്ങൾ ഒരു പേപ്പറിൽ ജേണലിംഗ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം ഫോർഗീവ്നെസ് ആൻഡ് റിലീസ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ട്രോമാസ്, ലിമിറ്റിംഗ് ബിലീഫ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നീക്കം ചെയ്താൽ മാത്രമേ, റിലീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ഒരു ടൂളാണ് ഹോ'ഒപ്പനോപോനോ പോലുള്ള ടൂളുകൾ. ഇതുപയോഗിച്ച് നമ്മുടെ പഴയ എനർജി റിലീസ് ചെയ്യുക. പുതിയ എനർജി വരുവാൻ പഴയ നെഗറ്റീവ് എനർജി കളയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹോ'ഒപ്പനോപോനോയെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസ് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി എനർജറ്റിക് അലൈൻമെൻറ്റ്. ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. യൂണിവേഴ്സുമായി നമ്മളൊരു അലൈൻമെൻറ്റിലാണ് പോകേണ്ടത്. നമ്മുടെ അലൈൻമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ എനർജി തന്നെയാണ്. അതായത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ അലൈൻമെൻറ്റിനെ ബാധിക്കുന്നത്. ഡെയിലി നിങ്ങൾ ബ്രീത്ത് വർക്ക് ചെയ്യുക, പ്രാണായാമം ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്. നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും ഇനി ലഭിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചതായും നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാവുന്നതാണ്. ഇത് രാവിലെയും രാത്രിയും ചെയ്യാവുന്നതാണ്. ഇവയൊക്കെ നിങ്ങൾക്കുള്ള എനർജറ്റിക് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും. നാലാമത്തേതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, ട്രസ്റ്റ് ആൻഡ് സറണ്ടർ. യൂണിവേഴ്സിൻ്റെ ടൈമിംഗ്, നിങ്ങൾക്കുള്ള നല്ലത് എല്ലാം വിശ്വസിച്ച് വിട്ടുകൊടുക്കുക. കൺട്രോൾ വിട്ടുവിടുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ എഫർട്ട്ലെസ്ലി നമ്മളിലേക്ക് വരുന്നത്. നമ്മളൊരു കാര്യം സ്ഥിരമായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്
അതിൻ്റെ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് നമ്മളതിനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം. അതായത് യൂണിവേഴ്സിലേക്കുള്ള ട്രസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. എത്രത്തോളം നമ്മൾ വിശ്വാസം അർപ്പിച്ച് സറണ്ടർ ചെയ്യുന്നു അത്രത്തോളം ആ മാനിഫെസ്റ്റേഷൻ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനർജി ഷിഫ്റ്റ് തന്നെയാണ്. എനർജി ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കറൻറ്റ് റിയാലിറ്റിയിൽ മാറ്റം വരും മുമ്പ് ഇന്നർ വൈബ്രേഷൻ മാറ്റണം. നിങ്ങളുടെ എനർജി അൺബ്ലോക്ക് ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഒരു മാജിക് പോലെ നടക്കുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. അങ്ങനെ ഒരു മാജിക്ക് യൂണിവേഴ്സിന് നമ്മളിൽ നടത്തണമെങ്കിൽ നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ നമ്മളെ തന്നെ മാറ്റുക, നമ്മുടെ വൈബ്രേഷൻ മാറ്റുക, നമ്മുടെ ചിന്താരീതികൾ മാറ്റുക. നമ്മളിൽ മാറ്റം വന്നിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.